ഈ കാണുന്നത് നമ്മുടെ കാർ പോർച്ചിൽ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു ടാങ്കാണ്. ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മുടെ ജൈൻറ്റ് ഗൗരാമിയാണ്. ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമി. നമ്മൾ ഏറ്റവും ആദ്യം വാങ്ങിയ കുറച്ച് ജൈൻറ്റ് ഗൗരാമികളിൽ ഒരെണ്ണമാണ്. ഇതിനെ ബ്ലാക്ക് ഗ്രേ എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ സൈസ് ഏകദേശം 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സൈഫൺ ഉപയോഗിച്ച് ടാങ്കിലെ വെള്ളം മുഴുവൻ ഒന്ന് വലിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഒരു അരഭാഗം വരെയൊക്കെ വെള്ളം വലിച്ചു കളയാറുള്ളത്. അതിനുശേഷമാണ് സൈഫൺ യൂസ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ജസ്റ്റ് സൈഫണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ട് മാറ്റേണ്ട സമയങ്ങളിലൊക്കെയാണ് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ സൈഫൺ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. സൈഫൺ ആകുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ വെള്ളം പുറത്തേക്ക് പോണത്. ഇതൊരു സിമെൻറ്റ് ടാങ്കാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ടാർപോളിയും വിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇതിൽ വെള്ളം കുറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടാങ്കിൽ നമ്മൾ ടാർപോളിൻ യൂസ് ചെയ്തത്. ഈ കാണുന്ന ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമിയാണ് നമ്മുടെ ഈ ടാങ്കിൽ കിടക്കുന്നത്. നമ്മൾ ഈ കണ്ടെയ്നറോട് കൂടി തന്നെയാണ് അതിനെ പിടിച്ചത്. അതുകൊണ്ടാണ് ഈ വെള്ളം കലങ്ങിയിരിക്കുന്നത്. ടാങ്കിലെ വെള്ളം കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു. നമ്മൾ പരമാവധി ഇവരെ ബുദ്ധിമുട്ടിക്കാതെയാണ് പിടിക്കാറുള്ളത്. ഈ ഒരു കണ്ടെയ്നറിൽ നമ്മൾ നേരിട്ട് ആ ടാങ്കിലേക്ക് ഇറക്കിയിട്ട് അതിനെ കോരിയെടുക്കുകയായിരുന്നു. വളരെ സൈലൻ്റ് ആയിരുന്നു പിടിക്കുന്ന സമയത്തൊക്കെ. വളരെ കാം ആൻഡ് ക്വയറ്റാണ്. ചാടാൻ ശ്രമിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. വല ഉപയോഗിച്ച് പിടിക്കുമ്പോഴാണ് ഇവർ കുറച്ച് അഗ്രസീവ് ആവുന്നത്. നല്ല രീതിയിൽ പിടയ്ക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും. ചില സമയങ്ങളിൽ ശരീരത്തിൽ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ബ്ലഡ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കണ്ടെയ്നർ ഉപയോഗിച്ച് മൊത്തത്തിലങ്ങ് കോരിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ തന്നെ കലങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കാണാനായിട്ട് പറ്റുമെങ്കിലും അതിൻ്റെ ബോഡി കുറച്ച് ക്ലിയർ അല്ല. കാരണം ആ വെള്ളം കലങ്ങിയതുകൊണ്ടാണ്. എങ്കിലും നമ്മൾ പരമാവധി കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മുമ്പ് ആൾ കുറച്ച് ഒന്ന് സ്ലിം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഫാറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ പെല്ലറ്റ് ഒരു ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റ് ചെടികളൊക്കെയാണ് കൊടുക്കുന്നത്. അതായത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന ചെടികളുണ്ടല്ലോ. അതായത് നമ്മുടെ സാൽവീനിയ, അസോള അത്തരം ചെടികളാണ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ ആൾ ഈ ഒരു ടാങ്കിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നല്ല ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഈ ഒരു ടാങ്കിൽ ഈ ഒരു മീനിന് അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ സൈസ് ഏകദേശം 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്ക് ഇതിന് സ്യൂട്ടബിൾ ആണ്. പിന്നെ കുറച്ച് നാളായി കിടക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു ടാങ്കുമായിട്ടും പിന്നെ നമ്മളുമായിട്ടൊക്കെ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അരഭാഗത്തോളം വെള്ളം വലിച്ചു കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സൈഡിലുള്ള ടാർപോളിനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിഭാഗത്തുള്ള കംപ്ലീറ്റ് അഴുക്ക് നമ്മൾ വലിച്ചു കളയാറുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതെല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യാറുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ മീനുകൾക്ക് സ്ട്രെസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകും. ആ സമയത്തായിരിക്കും ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലും ബാക്ടീരിയയോ ഫംഗസോ അല്ലെങ്കിൽ അത്ര സംഭവങ്ങളൊക്കെ ഇവരെ ബാധിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഈ ഒരു സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരത് ബാധിക്കില്ല. ഈവൺ ഈ ഒരു മീനിന് സ്ട്രെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരില്ല ഈ ഒരു സോൾട്ടിൻ്റെ കണ്ടൻറ്റ് വെള്ളത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എല്ലാ വാട്ടർ ചേഞ്ചിലും നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഓരോ ദിവസം ഇടവിട്ടാണ് നമ്മൾ എയറേഷൻ കൊടുക്കുന്നത്. ഇവർക്ക് അങ്ങനെ എയറേഷൻ അത്ര നിർബന്ധമല്ല എങ്കിൽ പോലും വെള്ളം കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് എയറേഷൻ കൊടുക്കുന്നുണ്ട്. എയറേഷൻ കൊടുക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫുഡ് കൊടുക്കാറില്ല. ഫുഡ് കൊടുക്കുന്ന ദിവസത്തിൽ നമ്മൾ എയറേഷനും കൊടുക്കാറില്ല. വീടിൻ്റെ ഫ്രണ്ടിലോ സൈഡിലോ ആയിട്ട് ചെറിയൊരു ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സിംഗിൾ പീസിനെയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് തന്നെ വളർത്താം. കെയർ വളരെ എളുപ്പമാണ്. പെട്ടെന്നൊന്നും അസുഖം വന്ന് ചത്തുപോകുന്നൊരു മീനല്ല. പിന്നെ വെജിറ്റേറിയൻ ഫുഡ് നല്ല രീതിയിൽ കഴിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സ്, അതുപോലെ ക്യാബേജ്, അതുപോലെ ചേമ്പില, മൾബറിയില, ഇങ്ങനെ കുറേ സാധനങ്ങൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് ഈ ഒരു മീൻ കഴിക്കും. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കോസ്റ്റ് വളരെയധികം നമുക്ക് ചുരുക്കാനായിട്ട് പറ്റും. പിന്നെ പെല്ലറ്റ് ഫുഡും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിക്കും. പിന്നെ നോൺ വെജ് കഴിക്കും. നമ്മൾ മണ്ണിരകളൊക്കെ മഴക്കാലത്ത് ഫീഡ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ചെമ്മീൻ അതുപോലെ ചിക്കൻ്റെ ചെറിയ പീസൊക്കെ കൊടുക്കാറുണ്ട്. ചിക്കനൊന്നും റെഗുലറായിട്ട് ഫീഡ് ചെയ്യേണ്ട ഒരു ഫുഡല്ല. ചിക്കനൊക്കെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. റെഗുലറായിട്ട് കൊടുക്കാൻ നല്ലത് ഈ ഇലവർഗ്ഗങ്ങളാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പെല്ലറ്റ് ഫുഡാണ്. ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 തവണയൊക്കെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണയൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരും നോൺ വെജ് ഫുഡുകൾ ഇതിനധികം കൊടുക്കാറില്ല. കൂടുതലും ഈ ഒരു ഇലവർഗ്ഗങ്ങൾ അതായത് വെജിറ്റേറിയൻ ഫുഡുകളാണ് കൊടുക്കുന്നത്. പിന്നെ പെല്ലറ്റും മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ടാങ്കിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ച് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെള്ളം നമ്മൾ അടിച്ച് നിറച്ചിട്ടുണ്ട്. നമ്മൾ 2.5 വാട്ടിൻ്റെ ഒരു എയറേറ്ററാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ വർക്ക് ചെയ്യിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ ടാങ്കിൽ ഇട്ടിട്ടുള്ളൊരു സംഭവം ഈ ഒരു PVC ഫ്രെയിമാണ്. ചെറിയൊരു PVC ഫ്രെയിം. ഇതെന്തിനാണ് നമ്മൾ ഫ്ലോട്ട് ചെയ്യിച്ചിട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താണ് നമ്മൾ ഈ ഇലവർഗ്ഗങ്ങൾ അതായത് അസോള അതുപോലുള്ള സാൽവീനിയ പോലുള്ള ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന പെല്ലറ്റ് ഫുഡും നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ അത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോയിട്ട് ചിലപ്പോൾ ഇവർ കാണാതെ വെള്ളത്തിലൊക്കെ ഡിസോൾവ് ആയി പോയി വെള്ളം മോശമാകാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് ആ ഒരു ഫ്രെയിമിനുള്ളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഫുള്ളായിട്ട് തന്നെ അതിൽ നിന്ന് എടുത്ത് കഴിക്കാറുണ്ട്. പിന്നെ ഇത് സോൾട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വെള്ളം നിറച്ചതിന് ശേഷം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളതാണ്. സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മീനിനെയാണ് സാധാരണ ആഡ് ചെയ്യാറുള്ളത്. അതിന് ശേഷമാണ് ഈ ഒരു PVC ഫ്രെയിം അതിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ഫുൾ വാട്ടർ ചേഞ്ച് ആണ്. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ ഫുൾ വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒരു 50% വെള്ളം മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ 50% വെള്ളം മാറ്റി കൊടുക്കുന്ന സമയത്ത് അടിഭാഗത്തുള്ള അഴുക്ക് മുഴുവൻ സൈഫൺ ഉപയോഗിച്ച് വലിച്ചു കളയുക. അങ്ങനെ ചെയ്താൽ മതി. ടാങ്ക് നല്ല രീതിയിൽ മോശമാകുമ്പോൾ മാത്രം ഫുള്ളായിട്ട് വെള്ളം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് ഫുള്ള് വെള്ളം ഫ്രഷായിട്ട് നിറച്ചാൽ മതി. അപ്പോൾ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എയർ സ്റ്റോൺ ആ ഒരു സൈഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. PVC ഫ്രെയിം നമ്മൾ മീനിനെ ഇട്ടതിന് ശേഷമാണ് ഇടാറുള്ളത്. ഈ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിക്ക് വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല. ജയൻറ്റ് ഗൗരാമികളിൽ തന്നെ ഏറ്റവും പ്രൈസ് കുറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി എന്ന് പറയുന്നത്. നിങ്ങൾ ഫാമുകളിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്രീഡൊക്കെ ചെയ്യിക്കുന്ന ഫാമുകളിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പെയറിന് 60 രൂപയ്ക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം പെറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സൈസ് തന്നെ ചിലപ്പോൾ ഒരു 80 രൂപ 90 രൂപയൊക്കെ ആയിരിക്കും പെയറിന് റേറ്റ് വരുന്നത്. ഇതിനെ ഭക്ഷണത്തിനായിട്ടും പലരും വളർത്തുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. അതുപോലെ തന്നെ തീരെ മുള്ളില്ലാത്തൊരു മീനാണ്. മുള്ളില്ല എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മുള്ള് കുറഞ്ഞത് എന്നാണ്. അതായത് സെൻറ്ററിലുള്ള ഒരു മെയിൻ മുള്ള് മാത്രമാണ് ഉള്ളത്. അല്ലാതെ ഈ ഫ്ലഷ് മാംസത്തിൻ്റെ ഇടയിൽ നിറച്ച് മുള്ളുള്ള കുറേ മീനുകൾ നിങ്ങൾക്കറിയാം. അതുപോലെ ഒന്നുമില്ല. കഴിക്കാനൊക്കെ അതുകൊണ്ട് വളരെ ഈസിയാണ്. എങ്ങനെയാണ് ഇത് നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോബിയായിട്ട് വളർത്താൻ വേണ്ടി വാങ്ങിയതാണ്, അല്ലാതെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതല്ല. പക്ഷേ നമ്മൾ ആദ്യത്തെ ബാച്ചിൽ വാങ്ങിയ 4 എണ്ണത്തിൽ 2 എണ്ണത്തിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ 2 എണ്ണത്തിനെ വീട്ടാവശ്യത്തിനായിട്ട് യൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത്. അതുപോലെ മുള്ള് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ടേസ്റ്റും നന്നായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നമുക്ക് മനസ്സിലായത് അങ്ങനെ 2 എണ്ണത്തിനെ നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് യൂസ് ചെയ്ത സമയത്താണ്. ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു ജയൻറ്റ് ഗൗരാമികളെയും നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ നമ്മൾ തിരിച്ച് ടാങ്കിലേക്ക് വിടാനായിട്ട് പോവുകയാണ്. നമ്മൾ ആ കണ്ടെയ്നറോട് കൂടി തന്നെയാണ് ഈ ടാങ്കിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ആ കണ്ടെയ്നറിൽ കലങ്ങിയ വെള്ളമായിരുന്നു, നേരത്തെ നമ്മുടെ ടാങ്കിലുണ്ടായിരുന്ന പഴയ വെള്ളമായിരുന്നു. അത് പരമാവധി ഇതിലേക്ക് കടത്തി വിടാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ടെങ്കിലും ഈ മീൻ അതിലേക്ക് പോകണ ഒരു സമയത്ത് ചിറകിട്ടടിച്ച് കുറച്ച് വെള്ളമൊക്കെ അതിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറേ വേസ്റ്റൊക്കെ ആ കണ്ടെയ്നറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു പഴയ വെള്ളം നമ്മൾ കൊണ്ട് കളഞ്ഞു. ഇതുപോലെ വാട്ടർ ചേഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറക്കി വിടുമ്പോൾ കുറച്ച് നേരം ഇതുപോലെ ടാങ്കിൻ്റെ അടിയിൽ മൂലയിലൊക്കെ പോയിട്ട് ഇങ്ങനെ മാറി നിൽക്കാറുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഓക്കെ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. ഞാനിപ്പോൾ എന്താണ് ട്രൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമ്മുടെ ആ ഒരു വെളിച്ചമുള്ള ഭാഗത്തേക്കൊന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു കണ്ടെയ്നറിൽ കലങ്ങിയ വെള്ളത്തിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, ആൾ കുറച്ച് ആക്റ്റീവായിട്ടുണ്ട്. ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വരുമ്പോൾ അടുത്തേക്കൊക്കെ വരും. ഇപ്പോൾ വാട്ടർ ചേഞ്ചൊക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ നിന്ന് മാറ്റലും പിടിക്കലൊക്കെ ചെയ്തതുകൊണ്ടാണ് കുറച്ച് മാറി നിൽക്കുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഏകദേശം ഒരു 10 ഇഞ്ചോളം വരുന്നുണ്ട് ഇതിൻ്റെ സൈസ്. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. നമ്മൾ പെല്ലറ്റ് ഫുഡും നമ്മുടെ അസോളയും അതുപോലെ തന്നെ സാൽവീനിയൊക്കെ ഇതിനകത്താണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിൻ്റെ അകത്ത് വന്നാണ് പുള്ളിക്കാരൻ ഫുഡൊക്കെ കഴിക്കാറുള്ളത്. ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ പ്ലാന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാങ്കിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാർ പോർച്ചിനകത്താണ്. സൺലൈറ്റ് വളരെ കുറവാണ് ഇതിലേക്ക് അടിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് സാൽവീനിയ, അസോള, ഡക്ക് വീഡ്, വാട്ടർ കാബേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കേടായി പോവും. ഏറ്റവും നല്ലൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൺലൈറ്റ് അടിക്കുന്ന ഒരു ടാങ്കിൽ ഏതെങ്കിലും മീനുകളെ വളർത്തിയിട്ട് അതിൽ ഇത് നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കുക. അതായത് ഈ അസോള അല്ലെങ്കിൽ സാൽവീനിയ അതുപോലെ വാട്ടർ കാബേജ് പോലുള്ള ചെടികൾ നല്ല രീതിയിൽ സൺലൈറ്റ് അടിക്കുന്ന ഒരു ടാങ്കിൽ വളർത്തി ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിലിട്ട് ഫീഡ് ചെയ്താൽ മതി. നമ്മൾ ഏതെങ്കിലും ഷെയ്ഡിൻ്റെ കീഴിലാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത്തരം ടാങ്കിലേക്ക് കൊണ്ടുവന്ന് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്ന മീനുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു മീനാണ് ഈ ഒരു ജയൻറ്റ് ഗൗരാമി. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത്, അതുപോലെ കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഫുഡ് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പെല്ലറ്റ് ഫുഡും ഫീഡ് ചെയ്താൽ മതി. വേറൊന്നും സ്പെഷ്യലായിട്ട് ഇവർക്ക് ഫീഡ് കൊടുക്കേണ്ടതില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മണ്ണിരകൾ നല്ല രീതിയിൽ ഫീഡ് ചെയ്യാം. നല്ല രീതിയിൽ ഇവർ കഴിക്കും. മണ്ണിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷാണ്, പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവും. അതിനേക്കാൾ കുറച്ചും കൂടിയും ടൈം എടുത്ത് ഡൈജസ്റ്റ് ആവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചെമ്മീനും കാര്യങ്ങളൊക്കെ. അതിനേക്കാൾ കൂടുതൽ ടൈം എടുത്ത് ഡൈജസ്റ്റ് ആവുന്നതാണ് ചിക്കൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ. വേറെ ഒരു തരത്തിലുള്ള ഫുഡും മീനുകൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്.
അതായത് നമ്മൾ ബീഫ്, മട്ടൺ അതുപോലുള്ള സാധനങ്ങളൊന്നും ഒരു കാരണവശാലും മീനുകൾക്ക് ഫീഡ് ചെയ്യരുത്. അത് വളരെ ബുദ്ധിമുട്ടാണ് ഡൈജസ്റ്റ് ആവാനായിട്ട്. ചിക്കൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. പല ആൾക്കാരും ഫീഡ് ചെയ്യുന്ന ചിക്കൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങളും ചിക്കൻ ലിവറൊക്കെയാണ്. ഇത് ഒരിക്കലും സ്ഥിരമായിട്ട് കൊടുക്കാൻ പാടില്ല. കാരണം ചിക്കൻ ലിവറിലൊക്കെ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് വളരെ ഹൈ ആണ്. ഒക്കേഷണൽ ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലവർഗ്ഗങ്ങൾ, പെല്ലറ്റ് ഫുഡ്, അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിരകൾ, ബ്ലഡ് വേംസ്, പിന്നെ ചെമ്മീൻ. ഈ പറഞ്ഞ 3 കാറ്റഗറി ഫുഡുകൾ നമ്മൾ ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ മീനുകൾ വളർന്നു വരും. ഇപ്പോൾ നമ്മൾ ടാങ്ക് ഫുള്ളായിട്ട് നെറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ എയറേറ്റർ ഓൺ ചെയ്തിട്ടുള്ളത്. കാരണം എയറേറ്ററിൻ്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നെറ്റൊക്കെ ഇട്ട് നമ്മൾ കവർ ചെയ്തതിന് ശേഷം എക്സ്റ്റൻഷൻ ബോർഡ് അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മളിപ്പോൾ എയറേറ്റർ കണക്ട് ചെയ്ത് ഓൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.